നീ എന്താണ് ഇതിനകത്ത്? നിന്നോട് ഞാൻ എന്റെ മുറി കയറുതെന്ന് പറഞ്ഞതല്ലേ? ഓ, തുടങ്ങി പൊണ്ടാലും. അടങ്ങി നിൽക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ നിനക്ക് പണി തന്ന് ഞാൻ മയ്യത്താവും. എല്ലാത്തിനും മറുപടി കൊടുത്തോട്ടെ എന്ന് കരുതി നമ്മൾ മൂത്താപ്പനെ ദയനീയ ഭാവം ഫിറ്റ് ചെയ്ത് നോക്കി. അവള് വീണു. നീയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വല്ല ഓടിവോ ചതവോ ഉണ്ടോന്ന് നോക്കാൻ പറ. പാവന്റെ കുട്ടി, നിനക്കെന്തോ പറ്റിയെന്ന് കരുതി സ്നേഹം കൊണ്ട് ഓടി വന്നതാ, വെപ്രാളം കൊണ്ട് വീണതാവും. മൂത്താപ്പാന്റെ ആ ഡയലോഗ് കിട്ടി എനിക്ക് അത് കോരിത്തിരിച്ചു. അത് കേട്ടതും അവൻ എന്നെ നിനക്ക് എന്നോട് എന്ന പോലെ തുറിച്ചു നോക്കി. നമ്മളുള്ള പല്ല് മുഴുവൻ കാണിച്ച് കളിച്ചു. ഓടിവും ചതവ് ഉണ്ടെങ്കിൽ നന്നായേ ഉള്ളൂ, അങ്ങനെയെങ്കിലും നാടെങ്കിൽ നിൽക്കുമല്ലോ. ഓ, ഇങ്ങനെ കൊന്നയിറങ്ങും, വീട്ടിലൊന്നും പോരാ. ആളല്പം വികൃതിയാണെങ്കിലും നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലടാ ഓടി വന്നപ്പോൾ വീണത്. ഞാൻ വണ്ടിയൊക്കെ വിളിച്ച് പോകുമ്പോഴേക്ക് രാത്രിയാവും, അല്ലെങ്കിൽ തന്നെ മോൾക്ക് എണീച്ച് നിൽക്കാൻ പോലും പറ്റുന്നില്ല. പാവം. ഞാൻ അങ്ങയുടെ കൂടെ കരഞ്ഞു. കോപ്പ് എന്നെ നല്ലോണം ഒഴിഞ്ഞ് നോക്കുന്നുണ്ട്. ക്ലൂ വല്ലതും കിട്ടിയോ എന്തോ. നീ എങ്ങനെയാണ് വീണത്? വീണ്ടും അതേ ചോദ്യം. പാരയാവോ? ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാം, വന്നിട്ട് കാണിച്ചാൽ പോരെ എങ്ങനെയാ വീണതെന്ന്. നീ വല്ലാണ്ടങ്ങ് അഭിനയിക്കാൻ നിൽക്കണ്ട, നിന്നെ തൊള്ളതൊന്ന് പറഞ്ഞാൽ മതി. അതെ, ഞാൻ ഓടി വന്നപ്പോ. എന്തിനാ നീ ഓടി എന്റെ മുറി വന്നത്? നീയാ പെട്ടു. കോപ്പ് CBI ആണെന്നാ തോന്നുന്നു. അതാ മിക്ക വീണെന്ന് കേട്ടപ്പോ. ഓഹോ, അങ്ങനെ. ആരാ ഞാൻ വീണെന്ന് നിന്നോട് പറഞ്ഞത്? CBI പോലും ഇങ്ങനെ മുന്നിൽ തോറ്റുപോകുമെന്ന് തോന്നുന്നേ. പൊണ്ടാറക്കാലം എന്നെയും കൊണ്ടേ പോവൂ. കണ്ടോ മൂത്താപ്പ, എനിക്കിവിടെ പ്രാണവേദന. ഈ നേരത്താണോ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ടത്? വീണെണ്ണ ഹോസ്പിറ്റലിൽ എത്തിച്ചാ പൊട്ടിയല്ലല്ലോ നേരെയാക്കാൻ പറ്റുന്നല്ലേ. എനിക്കെന്റെ വീട്ടിൽ പോകണം. അവിടെ അമ്മന്റെ ഉപ്പച്ചെന്നെ 5 തവണ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ടൈം കഴിഞ്ഞു. എടാ, നീ കൊണ്ടുപോന്നോ അതോ ഞങ്ങൾ പോണോ? പാവം മോള്, അവളെ ബാപ്പ 5-6 തവണ വിളിക്കുന്നതാ ഇവളെ കാര്യം തിരക്കാൻ. വീണെന്നെങ്ങനെ കേട്ടാ അവന് സഹിക്കാനാവില്ല. മൂത്തമ്മ കൂടി അത് പറയുന്നത് കേട്ട് എനിക്കെന്റെ പാപ്പച്ചനെ കാണാൻ വല്ലാണ്ട് കൊതിയായി. കൂടെയുള്ളപ്പോ ഇത്ര സ്നേഹമൊന്നും കണ്ടില്ലെന്നേ. അല്ലെങ്കിൽ ഏത് നേരത്താണാവോ എനിക്ക് ഇങ്ങോട്ട് പറയാൻ തോന്നിയത്. ഞാൻ തന്നെ കൊണ്ടുപോകാം. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറട്ടെ, ഇതിനപ്പുറത്തെങ്ങനെ കൊണ്ടുപോയി എത്തിയേ. നിനക്ക് ഞാൻ വേറെ പണി തരാം, ആദ്യം ഞാൻ എണീറ്റ് നടക്കട്ടെ. അങ്ങനെ ജോലിക്കും 1 മണിക്കൂറായി കയറി കൂടിയിട്ട്. നടന്നു പോയി വരേണ്ട ടൈം കഴിഞ്ഞു. അതിൽ അവിടെ എഴുതാൻ തോന്നി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങേര് ഇറങ്ങി വന്നതും എന്റെ കണ്ണ് തള്ളിപ്പോയി. ഞാനിവിടെ ഉടുത്ത ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നു. അങ്ങേരാണെങ്കിൽ കല്യാണമൊക്കെ നടത്തി വന്നിരിക്കുന്നു. സമ്മതിക്കില്ല ഞാൻ. ഇനി നേരെ നിൽക്കാനാവാതെ എന്റെ ഡ്രസ്സ് എങ്ങനെ മാറാനാ? സുന്ദര കൂട്ടപ്പനായി അങ്ങേര് ഞെളിഞ്ഞ് ബൈക്കിൽ കയറിയിരുന്നതും പിടിച്ച് തള്ളിയിടാനും തോന്നിയത്. മൂത്താപ്പ് പിടിച്ച് എങ്ങനെയൊക്കെ പിറകിലിരുത്തി. വല്ല ആവശ്യമുണ്ടായിരുന്നു? ഡേയ്, നീ എന്നെ വീഴ്ത്താൻ നോക്കിയതാന്ന് നിനക്ക് മനസ്സിലായി. അതോടെ നിനക്ക് 2 ഇഞ്ചക്ഷനെങ്കിലും ഞാൻ ചന്തിക്ക് വാങ്ങിത്തരും. മേലാ നിനക്ക് ഇങ്ങനെ ഒരു കുരുത്തക്കേടൊന്നും തോന്നരുതല്ലോ. പടച്ചോനെ, പെട്ടു. എന്നെ കൊല്ലാനാണ് ഈ കൊണ്ടുപോകുന്നത്. തെണ്ടി ഇതിനാണ് ഒരുങ്ങി പുറപ്പെട്ടു വന്നത്. അയ്യോ, ഇഞ്ചക്ഷൻ വേണ്ട, എനിക്ക് പേടിയാ. ഞാൻ അമിക്കാൻ വീഴ്ത്താനൊന്നും അല്ല. എന്റെ സ്വഭാവം വെച്ച് നിങ്ങൾക്ക് വെറുതെ തോന്നിയതാവും. ഞാൻ അമിക്കാൻ അങ്ങനെയൊക്കെ ചെയ്യോ? എനിക്ക് ആകെ കൂടിയുള്ളൊരു കാക്കുമല്ലേ. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് കാണാം, എന്റെ തായി കാണാം. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം എന്നല്ലേ? അപ്പൊ പിന്നെ നീ തന്നെ വീണതാണോ? ആന്നേ, ഒരു കാര്യമുള്ളത് വെറുതെ വീണതാ. എന്റെ അമ്മിക്കൊക്കെ വല്ലതും പറ്റിയോന്ന് അറിയാൻ വേണ്ടി ഓടി വന്നതാ ഞാൻ. സത്യം പറഞ്ഞ 1 ഇഞ്ചക്ഷൻ കുറക്കാം. വീണ്ടും കള്ളം പറയാനാ പ്ലാനെങ്കിലേ ഒന്നുകൂടി കൂട്ടൊന്ന് മാത്രം. എന്റെ കാര്യം പോക്കാം. ഏത് നേരത്താണ് അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നിയത്? അതെ, കാലത്തിന്റെ വഴക്ക് പറഞ്ഞുകൊണ്ടാ. ഇനി ഞാനൊരു തെറ്റും ചെയ്യില്ല, സത്യം. എന്നെ ഇഞ്ചക്ഷൻ വെക്കണമെന്ന് പറയോ? ഡേയ്, നിന്നെ ഞാൻ എപ്പോഴാ കൊല്ലുന്നെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇനിയെങ്കിലും അടങ്ങി വന്ന് നിന്നാൽ നിനക്ക് കൊള്ളാം. ഇനി ഞാനൊരു തെറ്റും ചെയ്യില്ല. ഇഞ്ചക്ഷൻ വേണ്ട പ്ലീസ്. അങ്ങേരെ സമ്മതിച്ചെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിയപ്പോ തൊട്ട് എന്റെ കയ്യും കാലും നല്ലോണം വിറക്കുന്നുണ്ട്. കണ്ട പെൺപിള്ളേർ മുഴുവനും ആ കാലം കൊണ്ട് നോക്കുന്നുണ്ട്. നമ്മളെ ഭാഗത്ത് ഒരുത്തനും അല്ലെങ്കിലും മൊഞ്ചുള്ള പെൺപിള്ളേരൊന്നും ആർക്കും കണ്ണി പിടിക്കില്ലെന്നേ. ഡോക്ടറെ അടുത്ത് കയറുമ്പോ നമ്മൾ അമിക്കയെ മുറുകെ പിടിച്ചു. വീട്ടിൽ പോകാം, എന്റെ പെയിനൊക്കെ പോയി. അത് പറ്റില്ല. ആകത്തെ ഓടിവോ ചതവ് കൊണ്ടു നോക്കാൻ ഉപ്പച്ചി പ്രത്യേകം പറഞ്ഞതാ എന്നും പറഞ്ഞ് എന്നെ വലിച്ചു കൊണ്ടുപോയി ചെയറിലിരുത്തി അങ്ങേരുന്ന് എഴുതിയിരുന്നു. ഡോക്ടറിന്റെ എയിം കണ്ടതും എന്റെ മനസ്സിൽ 5-6 ലഡു ഒരുമിച്ച് പൊട്ടി. സെക്യൂർ, എന്തായാലും ഡോക്ടറല്ലേ, കുറെ പണം കാണും. അങ്ങേർക്ക് പോലെ സ്പാർക്ക് എന്നെ കണ്ട് തോന്നിയാൽ മതിയായിരുന്നു. എപ്പോ വീണാലും പേടിക്കേണ്ട ആവശ്യമില്ല. കെട്ടിയോൻ ഡോക്ടറാണെങ്കിൽ പിന്നെ എന്ത് പേടിക്കാൻ? ശൂന്യമായിരിക്കുന്ന ചെയർ നോക്കി നമ്മൾ പല സ്വപ്നങ്ങളും നെയ്ത് കൂട്ടി. ബാപ്പച്ചി കൂടി ഇഷ്ടമായാൽ മതിയായിരുന്നു. എന്തു പറ്റി? ചോദ്യം കേട്ടാണ് നമ്മൾ സ്വപ്ന ലോകത്തിൽ നിന്ന് തുടങ്ങുന്നത്. അയ്യേ, ഈ കിളവിനെയാണ് ഞാൻ ഇത്രയും നേരം കേണാവേണ്ടിയിരുന്നത്. എന്റെ പടച്ചോനെ, സ്പാർക്ക് തോന്നില്ലേ? അങ്ങേരന്റെ ഒടിവും ചതവും കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് ഞാൻ മറ്റൊരു കാഴ്ച കണ്ടത്. ഇഞ്ചക്ഷനല്ല കിടക്കുന്നത്. ചതവൊന്നുമില്ല,
പെയിന് പോകാൻ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മതി. അത് കണ്ടപ്പോൾ തന്നെ തോന്നി ഇതിങ്ങനെയൊക്കെ ഉണ്ടാവൂന്ന്. ഇനിയിപ്പോൾ ആ കിളവിന് ചന്തിക്ക് കുത്തിവെക്കാത്ത കുറവേ ഉള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ എന്നെ നോക്കി നന്നായി വിളിച്ചു തന്നു. കോപ്പ് മൂത്താപ്പാനെ കൊണ്ട് വന്നാൽ മതിയാനു. മൂപ്പരൊന്ന് വിളിച്ചാൽ ആ മനസ്സെങ്കിലും അലിയും. ഒരു മൊഞ്ചത്തിപ്പെണ്ണ് വന്ന് കുത്തിവെക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് അമിക കണ്ണും വിളിച്ച് അവളെ നോക്കുന്നത് കണ്ടത്. ഒരുങ്ങി കെട്ടി വന്നത് കണ്ണി കണ്ട പെണ്ണുങ്ങളെ കാണാനാണല്ലോ. അവളെ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു തന്നപ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. നല്ല മൊഞ്ചത്തി നെയ്സ്. ആന്നേ, നമ്മളെ ഇഞ്ചക്ഷൻ വെക്കാൻ പിടിച്ചു വെക്കാൻ വന്ന ആളാ ഈ മൊഞ്ചത്തിനെ നോക്കി നിൽക്കുന്നത്. ഇപ്പൊ ചന്തിമ വീഴും എന്ന് കരുതി നിന്ന ഞാൻ തലയിട്ട് നോക്കുമ്പോ കണ്ടത് ആ പെണ്ണും ഈ കോപ്പിനെ നോക്കി നിൽക്കുന്നതാണ്. കഷ്ടം, എന്ത് കണ്ടിട്ടാണാവും പാവം കൊച്ച്. നിങ്ങൾ കുത്തി കഴിയുമ്പോഴേക്കും ഞാൻ അറ്റാക്ക് വന്ന് ചാകും. ഒന്ന് പെട്ടെന്ന് നോക്കിയേ. ആമിക്ക ഞെട്ടിക്കൊണ്ട് എന്റെ കൈ പിടിച്ച് ഞെരിച്ചു. അവര് ഇഞ്ചക്ഷൻ കുത്തിയതും നമ്മൾ അലറിക്കറിയാൻ വാ തുറന്നതും ആ പെണ്ണിന്റെ മുന്നിൽ വില പോകണ്ടെന്ന് കരുതി ആമിക്കാന്റെ കൈ കടിച്ചങ്ങ് പിടിച്ചു. ആ അങ്ങനെ ചീറി പൊളിക്കുന്നത് കേട്ട് ആ പെണ്ണ് നന്നായി വിളിച്ചു. പേപ്പട്ടി കടിച്ചതുപോലെ ആയല്ലോ, ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുന്ന തോന്നേ. ആ പെണ്ണോന്റെ ചന്തിമ കുത്താനായി പറയുന്നത്. നാണല്ലാത്ത ജന്തു. നമ്മളോട് ഒഴിഞ്ഞിരിക്കുമ്പോഴാണ് ആ പെണ്ണ് വീണ്ടും വന്ന് നിന്നത്. അമ്മിക്കയുടെ നോട്ടം കണ്ട് എനിക്ക് നല്ലോണം കുശുമ്പ് തോന്നുന്നുണ്ടേ. ഞാൻ അവരെ വയറ്റിലൊന്നും തോണ്ടിയതും ആ പെണ്ണ് അമ്മിക്കയെ തുറിച്ചു നോക്കി. അമ്മിക്കാണെങ്കിൽ പല്ല് കടിച്ച് ഇന്നെ ഭീമമായൊരു നോട്ടവും. നമ്മളൊന്നും അറിഞ്ഞില്ല. സീലിങ്ങിലൊക്കെ നോക്കി ഞാൻ അങ്ങനെ ഇരുന്നു. അടിച്ചു പിരിഞ്ഞെന്ന തോന്നി. ലെവള് പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കിയിട്ടേ ഇല്ല. ഹാവു, സമാധാനായി. ആ കലിപ്പ് മൊത്തം എന്നോട് തീർത്തിട്ട് അങ്ങേരെ ഇനിയും കൊണ്ട് വണ്ടിയിൽ കയറി. വഴിയിൽ തല്ലിയിട്ട് കൊല്ലാഞ്ഞ ഭാഗ്യം. വല്ലതും മിണ്ടി കോപ്പിനെ കലിപ്പ് കയറ്റി പണി വേങ്ങണ്ടെന്ന് കരുതി ഞാൻ സൈലന്റ് ആയിരുന്നു. നല്ല പേടിയുണ്ടേ. വീട്ടുമുറ്റത്ത് വണ്ടി നിർത്തിയപ്പോൾ ശ്വാസം നേരെ വീണത്. പക്ഷെ ആള് സൈലന്റ് ആണല്ലോ. മൂത്താപ്പ വന്ന് എന്നെ പിടിച്ചിറക്കി. ഡോക്ടർ എന്ത് പറഞ്ഞു? ഒന്നും പൊട്ടിയിട്ടില്ലെന്നേ, കുത്തിവെച്ച വേദന എനിക്ക് പൊള്ളൂ. പിച്ച വെച്ച് നടക്കുന്ന കൊച്ചുകുട്ടിയെ പോലെ എന്നെ അകത്തേക്ക് കയറ്റി മുറിയിൽ കൊണ്ടുപോയി കിടത്തി. 5 മിനിറ്റ് ആയില്ല. ദേവനും ഹോർലിക്സും കഴിക്കാനുള്ള കുറെ പലഹാരങ്ങളും. ഇങ്ങനെയാണെങ്കിൽ ഡെയിലി വീണാലും കുഴപ്പമില്ല. ഡേയ്, നീ എന്താ ഇവിടെ ചെയ്തേ? അവരെന്തിനാ എന്നെ നോക്കി പേടിപ്പിച്ചത്? ആവൂ, അപ്പൊ ഞാൻ ചെയ്ത് കണ്ടില്ലല്ലേ? ഭാഗ്യം. എനിക്കെങ്ങനെ അറിയാം? എല്ലാവരും പോയപ്പോ കലിപ്പിൽ വന്നതാ. ആ പണിയെങ്കിലും ഏറ്റ്, അത് മതി. അല്ല മിക്ക, നിങ്ങൾക്ക് ആ മൊഞ്ചത്തിനേസിനെ നല്ലോണം ഇഷ്ടായല്ലേ? നടക്കട്ടെ. പോടി പിശാചെ, അവളുടെ ജൂനിയറാ. കുറെ കാലം കൂടി ഇന്നാ കണ്ടത്. ആദ്യമൊക്കെ ഒരു കുഴപ്പമില്ല, പിന്നെ പെട്ടെന്ന് ഇത് എന്ത് പറ്റി? ആ നോട്ടം കണ്ടാൽ അറിയാം നീ എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അന്നേരം ലവായിരുന്നോ? നമ്മളങ്ങേരെ തോണ്ടി ചോദിച്ചതും വീണ്ടും കലിപ്പ്. നിന്നെ പോലെയാണ് എല്ലാരും. മൊട്ടീന്ന് വിരയട്ടെ, എന്നിട്ട് മതി അതൊക്കെ അറിയല്. അവളുടെ ലവ്. നമ്മൾ സ്വയം നോക്കിപ്പോയി. ഇനി മുട്ടീന്ന് വിരയാൻ എവിടെ കിടക്കുന്നു? പോത്ത് പോലെ വളർന്നു അല്ലെങ്കിലേ കേൾക്കുന്നത്. പോത്ത് മുട്ടയിടും. എനിക്ക് തന്നെ ഡൗട്ടായി. ഫുഡൊക്കെ മുറിയിലായതുകൊണ്ട് പിന്നെ കൂടുതൽ പണിയൊന്നുമില്ല. വയറ് നെച്ച് കഴിച്ച് സുഖമായി കിടന്നു. സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാ ഷെമിയുടെ സ്റ്റാറ്റസ് കണ്ടത്. അവളാണെങ്കിൽ കസിനൊക്കെ അടിച്ചു പൊളിക്കാം. നമുക്കൊണ്ടൊന്ന് നമ്മളെ നേഴ്വട്ടം കണ്ടപ്പോ നാട് വിടുതാ ബ്ലാഡി കസിൻ. ഞാൻ പിന്നെ ഉള്ള വാഴയും തെങ്ങും പിടിച്ച് നിൽക്കുന്ന സ്റ്റാറ്റസ് ഒക്കെ കിട്ടി. എന്റെയൊക്കെ ഇപ്പൊ ആര് നിൽക്കാനാ? ആദ്യം സീൻ ചെയ്തത് ആ കുരിപ്പാണ്. എന്നിട്ടാണ് നമ്മളെ 2 ദിവസമായിട്ടൊന്ന് വിളിച്ചിട്ട് പോലും നോക്കാത്തത്. നീ പട്ടി, എനിക്കറിയാം നീ സ്റ്റാറ്റസ് നോക്കാൻ വരുമെന്ന്. ഇപ്പൊ നിനക്ക് എന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടല്ലേ. കോളേജിലൊക്കെ നീ ഒറ്റയ്ക്ക് പോയാൽ മതി, കേട്ടല്ലോ. എന്നെ നോക്കണ്ട. അതാ എനിക്ക് നല്ലത്. നിന്റെ കൂടെ വന്നിട്ട് തല്ലുകൂടാനാണോ? ഞാൻ കരുതി നിന്നെ ആരെങ്കിലും തല്ലിക്കൊന്നൂന്ന്. കയ്യിലിപ്പോ അതല്ലേ. ആടി കൊന്നു. ഞാനിപ്പോ പ്രേതായി നടക്കാം. മിക്കവാറും നിന്റെ ചോര എടുക്കാൻ ഞാൻ വരും. എന്റേതേ നെഗറ്റീവ് അടി. പോസിറ്റീവ് നിനക്ക് മാച്ച് ആവില്ല. അതെ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാട്ടോ. ഇപ്പൊ മാമന്റെ വീട്ടിലടി. ഇവിടെ ഭയങ്കര ബഹള. എന്നൊന്നും ആർക്കും വേണ്ട. ബഹളൊന്നും കേട്ടില്ലല്ലോ. നിന്നെ കൈ കിട്ടും. എന്നാൽ എന്നോട് സംസാരിക്കാൻ ആരും ഇല്ലേ? എന്റെ ബാപ്പച്ചി തന്നെ ഉണ്ടല്ലോ. അപ്പൊ തന്നെ ഫോൺ എടുത്ത് അങ്ങേക്ക് വിളിച്ചു. എന്നെ കാണാത്തോണ്ട് ഉറക്കൊന്നുണ്ടാവില്ല പാവം. ഉറങ്ങുമ്പോഴാണോട് ഈ ശല്യം ചെയ്യുന്ന കൂരിപ്പേ. പോയി കിടന്ന് ഉറങ്ങടി. ഇത്രയും ദിവസമായിട്ട് ഈ പാതിരാത്രിയാണ് വിളിക്കുന്നത്. അല്ല, ബാപ്പച്ചനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നേരത്താണല്ലോ തോന്നിയെ വിളിക്കാൻ. പാതിരാത്രിയൊക്കെ ആയോ? ടൈം നോക്കി ഞാൻ ഞെട്ടിപ്പോയി. വെറുതെ അല്ല എല്ലാരും ഒഴിഞ്ഞു മാറിയത്. 2 ഓഹോ, അപ്പൊ ബാപ്പച്ചിക്ക് ഞാൻ ശല്യായല്ലേ? ഞാൻ ഒരിക്കലും ആ വീട്ടിലേക്ക് ഇനി വരില്ല. അപ്പൊ എന്റെ വില മനസ്സിലാവും. നോക്കിക്കോ. ഇനി നമ്മളായിട്ട് ആർക്കുണ്ടാക്കാൻ? ഉച്ചവരെ കിടന്നുറങ്ങാം. ഇനിയിപ്പോ വീണത് കൊണ്ട് വൈകുന്നേരം ആയാലും കുഴപ്പമൊന്നുമില്ലേ.